വാർഷികത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത് കെ തോമസിനെ ക്ഷണിക്കുകയാണ്. സ്കൂളിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കുകയാണ്. ചേർച്ചേട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 51ാമത് വാർഷികാഘോഷത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത് കെ തോമസ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാധ്യനായ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരാധ്യയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ അവർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള SMC PTA MPTA കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ള അധ്യാപക രക്ഷാകർതൃ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സ്കൂൾ ജീവനക്കാരെ, ഏറ്റവും പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥികളെ, സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ, നമുക്കറിയാം നമ്മുടെ വിദ്യാലയം ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുവർണ ഏടുകൾ തുന്നിച്ചേർത്തുകൊണ്ട് അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം അതിൻ്റെ 50ാമത് വാർഷികം സുവർണ ജൂബിലി വിവിധ പരിപാടികളോടെ അതിവിപുലമായി നമ്മൾ ആഘോഷിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ ഒരൊറ്റ സമ്മേളനം മതി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുവാൻ. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ അതിമനോഹരമായ സുന്ദരമായ ഒരു നല്ല വിദ്യാലയമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ജൂബിലി തന്നെ. നമുക്കറിയാം 1971 ഒരു ചെറിയ പുല്ലുമാടത്തിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇത്. ഇന്നിപ്പോൾ നല്ല കോൺക്രീറ്റ് കെട്ടിടവും നല്ല മനോഹരമായ ഹാളും സ്കൂളിന് സ്വന്തമായ സ്കൂൾ ബസ്സും ഒക്കെയായി, അതുപോലെ ഹൈടെക് ക്ലാസ് മുറികളൊക്കെയായി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നല്ല സ്കൂളായി നമ്മുടെ വിദ്യാലയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ ഈ വാർഷികാഘോഷം നടത്തുന്നത്. തീർച്ചയായും വാർഷികാഘോഷങ്ങളെല്ലാം ഓർമ്മകളുടെ സുദിനങ്ങളാണ്. നമ്മുടെ വിദ്യാലയത്തെ ഇന്ന് ഈ കാണുന്ന തരത്തിൽ ആക്കുവാനായി അക്ഷീണം എത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ധാരാളം ഫണ്ടുകൾ അനുവദിച്ച് നമ്മളെ സമ്പന്നരാക്കിയ ജനപ്രതിനിധികളെ ഓരോരുത്തരെയും നമുക്ക് ഇപ്പോൾ ഈ വാർഷികാഘോഷ വേളയിൽ സ്മരിക്കേണ്ടതുണ്ട്.
തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിന് വേണ്ടി എത്തിച്ച ഒട്ടനവധി മുൻ PTA പ്രസിഡന്റുമാർ, അതുപോലെ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ, അങ്ങനെയുള്ള അതുപോലെ തന്നെ നേതൃസ്ഥാനത്തുനിന്ന ഒട്ടനവധി ആളുകളെയൊക്കെ സ്മരിക്കേണ്ട പുണ്യദിനമാണ് തീർച്ചയായും ഈ വാർഷികാഘോഷം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പൊതുവിദ്യാലയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. വളരെയേറെ പ്രസക്തിയുണ്ടെന്ന് പറയാൻ കാരണം ഇന്ന് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ അങ്ങേയറ്റം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. തീർച്ചയായും ഗവൺമെൻറ് സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ പാർസി എന്നോ വ്യത്യാസം കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുകയും ഭക്ഷണം പങ്കുവയ്ക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുകയും തമ്മിൽ യാതൊരു സ്പർദ്ധയുമില്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം ഇതേ രീതിയിലുള്ള പൗരന്മാരെ കൊണ്ട് നിറയുവാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള സ്കൂളുകൾ പുരോഗമിച്ചു വരണം. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ ആളുകളുടെ സഹകരണം കൂടുതൽ ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതം തന്നെ വിദ്യാഭ്യാസമാണെന്നാണ് ജോൺ ഡ്യൂയി സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നല്ല നല്ല ജീവിതാനുഭവം ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിൽ, പ്രത്യേകിച്ച് LP സ്കൂളുകളിൽ എത്തിച്ചേരണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നല്ല സഹകരണം ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് സുശാന്ത് K. തോമസ്, അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഫണ്ടുകൾ അനുവദിച്ച് കിട്ടുന്ന കാര്യത്തിലും മറ്റ് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത് K. തോമസിനെ ഏറ്റവും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം എന്നിവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവരുകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ട ഓരോ കാര്യവും, പ്രത്യേകിച്ച് ഈ 2 വർഷമായിട്ട് ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ആ വാഷേരിയുടെ മുകളിൽ ടൈലിടുന്നതിന്, അതുപോലെ ഈ ഹാള് ചുറ്റും ഗ്രില്ല് വെച്ച് മറിക്കുന്നതിന് ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ മുറ്റമൊക്കെ ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളിന് ഫ്രണ്ടിൽ ഷീറ്റിട്ടിരിക്കുന്നത് അത് കുറച്ചുകൂടി ഇറക്കി നമ്മുടെ ടൈല് ഇട്ടിരിക്കുന്ന പ്രദേശം മൊത്തം കവർ ചെയ്തുകൊണ്ട് അത് ദീർഘിപ്പിച്ച് തരുവാനൊക്കെ ആയിട്ട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 15 ലക്ഷം രൂപയുടെ ഫണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫണ്ടുകൾ അനുവദിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ അവർ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏതൊരു പരിപാടിയിലും വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരികയും വേണ്ട പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തീർച്ചയായും നമ്മുടെ സ്കൂളിന് എന്നും
വിലപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റിന് എല്ലാവരുടെയും പേരിൽ ഈ ആഘോഷ പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, വേണ്ട ഉപദേശങ്ങൾ നൽകുകയും കാര്യങ്ങളിലൊക്കെ ഭംഗിയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ സോയിമോൻ സണ്ണി, അദ്ദേഹത്തെ വേദിയിലേക്ക് ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പറെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്വാഗതം ചെയ്യേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നിവിടെ കുട്ടികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രദീപ് അവറുകൾ. അദ്ദേഹം തിരക്ക് കാരണം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ സമ്മേളന പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾക്കൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ SMC ചെയർമാൻ ശ്രീ സജി സേവ്യർ ഈ വാർഷിക പരിപാടിക്ക് വേണ്ടി ദിവസങ്ങളായി അദ്ദേഹം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേജ് നിർമ്മാണം, ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ ഭക്ഷണ ക്രമീകരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് അങ്ങേയറ്റം പ്രയോജനപ്രദമായിട്ട് നമുക്കുണ്ട്. ഈ സ്കൂളിൻ്റെ SMC ചെയർമാന് നിങ്ങളേവരുടെയും നാമത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധ്യ MPTA ചെയർപേഴ്സൺ ശ്രീമതി ആര്യ അഭിലാഷ് ഇന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ശ്രീമതി ആര്യ അഭിലാഷിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ കമ്മിറ്റികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, MPTA കമ്മിറ്റി അംഗങ്ങൾ, SMC കമ്മിറ്റി അംഗങ്ങൾ, സമയക്കുറവുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഓരോരുത്തരെയും പ്രത്യേകമായി വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് എന്നും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മുൻ അധ്യാപകരുണ്ട്, മുൻ ഹെഡ്മാസ്റ്റർമാരുണ്ട്. നമ്മുടെ ആരാധ്യയായിട്ടുള്ള ഗീത ടീച്ചർ, അതുപോലെ KP സുകുമാരൻ സാർ, ജോർജ് സാർ തുടങ്ങിയ മുൻകാല അധ്യാപകരും ഹെഡ്മാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗീത ടീച്ചർ. അതുപോലെ നമ്മുടെ വാർഷിക പരിപാടികൾ മനോഹരമാക്കുവാൻ ദിവസങ്ങളായി അധ്വാനിക്കുകയും കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപക, അനധ്യാപക സ്റ്റാഫ് അംഗങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ അയൽക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ രക്ഷിതാക്കളും, ഇവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഒരു വളരെ ചെറിയ വിദ്യാലയമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ ഹാൾ തിങ്ങി നിറഞ്ഞ് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടിലെ മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടികളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോൺസൺ സാർ, ജോടെക് ജോൺസൺ എന്ന് അറിയപ്പെടുന്ന ജോൺസൺ കാവുമ്പൽക്കൽ സാർ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ പരിപാടികളിലൊക്കെ
ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് കൃത്യം 1:30 തന്നെ നമ്മുടെ സ്കൂളിൽ എത്തുകയും നമ്മുടെ പരിപാടികൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാറിന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടുത്തുള്ള നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോഹൻദാസ് സാറ്, കമലാസനൻ സാറ് തുടങ്ങിയ വ്യക്തിത്വങ്ങളെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി ഇന്ന് മനോഹരമാക്കുവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ സൗണ്ട്സിൻ്റെ ജീവനക്കാർക്ക് പ്രത്യേകം ആയി അവരെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, അവരെയും കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനായ മോഹൻദാസ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിനുള്ള സമയമാണ്. ഞാൻ വലിയ സമയമെടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർ, ഈ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ രാജേശ്വരി രാജൻ അവർ, അതേപോലെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന എൻഡോമെന്റ് നമ്മൾ ചെയ്യാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന ശ്രീ പ്രദീപമ്മ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതേപോലെ തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ ജോൺസൺ സാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ ടീച്ചർ അനുമോൾ ജോസഫ്, അതേപോലെ തന്നെ സജ്ജിത വിജയങ്ങളെ ആദരിക്കാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, ആശംസ അർപ്പിക്കുന്നതിന് ലഭിച്ചിട്ടുള്ള നമ്മുടെ SMC ചെയർമാൻ ശ്രീ സജി സേവ്യർ അവർ, അതോടൊപ്പം തന്നെ ശ്രീമതി ആര്യ രാജേഷ്, കുമാരി ശിവാനി തുടങ്ങി സ്കൂളുകളുടെ കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി അജിമോൾ ടീച്ചർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കളെ, കുഞ്ഞുകുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു വലിയ പ്രസംഗം ഇപ്പോൾ ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ സമയപരിമിതികൾ, നിങ്ങൾ എല്ലാവരും ഒരു നീണ്ട പ്രസംഗം ഒക്കെ കേട്ട് ഉഷിച്ചിരിക്കുകയാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് ഉപസംഹരിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടുന്ന് ഈ അധ്യയന വർഷം കഴിയുമ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അഭ്യർത്ഥന, നമ്മുടെ കുട്ടികൾക്ക് 3 കാര്യങ്ങളാണ് ഉണ്ടാകാവുന്നതാണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ചിന്തയാണ്. ചിന്ത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സ്വപ്നം ഉണ്ടാകണം. ആ സ്വപ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള, അതിനുവേണ്ടി ഒരു പ്രയത്നിക്കുന്ന ഒരു സമീപനം കൂടെ ഉണ്ടാക്കി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അതിന് അധ്യാപകർ മാത്രമല്ല, നമ്മുടെ രക്ഷകർത്താക്കളുടെ നിർണായകമായ പങ്കുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു കഥയിലേക്കാണ് വരുന്നത്. അത് 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ അമേരിക്കയിൽ 12 വയസ്സുള്ള ബാലൻ ബന്ധുവിൻ്റെ കയ്യിൽ പിടിച്ച് തെരുവിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അടിമകളെ നിർത്തിയിട്ട് ചാട്ടമാറ് കൊണ്ട് അവരെ അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടി 12 വയസ്സിൽ പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇതെന്താണ് ഇവർ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയോട് ആ രക്ഷകർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് അടിമകളാണ്, അവരടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചൊന്നും ഉപദ്രവിക്കില്ല, എന്തോ അവരനുസരിക്കുമെന്ന് ഈ ആളുകൾക്കെല്ലാം കാണുന്നതിന് വേണ്ടി അവരെ മർദ്ദിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പറഞ്ഞു, ഞാനെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റായ അധികാരത്തിൽ വന്നാൽ ഞാൻ ഈ അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു പറഞ്ഞു. ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ വൈകാരിക ഭാവത്തെ ആ കുട്ടി സ്വപ്നമായിക്കൊണ്ട് നടന്നു. നീണ്ട 45-50 വർഷങ്ങൾക്ക് ശേഷം 3 തവണ തെരഞ്ഞെടുപ്പിന് വരികയും 2 തവണ പരാജയപ്പെടുകയും 3ാമത് അധികാരത്തിൽ വരികയും ചെയ്ത ആ വ്യക്തിത്വം ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള പേരുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരമായിട്ടുള്ള എബ്രഹാം ലിങ്കൺ ആണെന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത്. കാരണം
ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചാലും അവിടെ നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെ നമുക്ക് ചെറുത മുളപ്പിച്ച് ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് ആ ചെറിയ കുടുംബത്തിൽ ജനിച്ച ആ കുട്ടിക്ക് തോന്നി അദ്ദേഹം അത് സാധിച്ചെടുക്കുമെങ്കിൽ നമ്മുടെ ഈ വേദിയിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ കുട്ടികളെ ഉയർന്ന നിലവാരത്തിൽ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സഹകരിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പിടിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ സുശാന്ത് കെ തോമസ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി ജോർജ്, നമ്മുടെ ഈ വാർഡിൻ്റെ പ്രസിഡന്റായ മെമ്പർ ശ്രീ ഷെയ്മോൻ സമി, PTA പ്രസിഡന്റ് ശ്രീ സജി ശ്രീധർ, MPTA പ്രസിഡന്റ് ശ്രീ ആര്യ അഭിലാഷ്, നമ്മുടെ അച്ഛമ്മ ശ്രീമതി ദീപി ടീച്ചർ, സ്കൂൾ ലീഡർ ശിവാനി പ്രവീൺ, നമുക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന ടീച്ചർ ശ്രീ അജിമോൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹെഡ്മാസ്റ്റർ ഏറ്റവും ബഹുമാനായ ജോൺസൺ സാർ, ഏറ്റവും ബഹുമാനായിട്ടുള്ള അധ്യാപകർ, അനധ്യാപകർ, ബഹുമാനായിട്ടുള്ള മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കൾ, 51ാമത് ആനിവേഴ്സറിയാണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്നിവിടെ കാണുന്നത്. കാരണം ഈ ഹാള് നിറച്ച് രക്ഷകർത്താക്കളും കുട്ടികളുമൊക്കെയായി നല്ല ഒരു പ്രോഗ്രാം. നമ്മൾ ജൂബിലി ആഘോഷം നടത്തിയ അതേ പതിപ്പിലാണ് നമ്മുടെ വാർഷികാഘോഷം നടത്തുന്നത്. 51ാമത് വാർഷികാഘോഷം ജൂബിലി ആഘോഷം നമ്മുടെ ഒരു വർഷക്കാലം നടത്തി നല്ല മനോഹരമായ ഒരു സമാപനം നടത്തി. എന്തായാലും നമ്മുടെ ചേർച്ചോട് സ്കൂള് വളരെ നല്ല നിലവാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതാണ്ട് 103ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഇനിയും കൂടുതൽ അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും അവരുടെ ഒരു 150ഓളം കുട്ടികൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു പരിശ്രമം അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ PTA-യും MPTA-യും എല്ലാം കൊണ്ട് ശ്രമിച്ചാൽ നമുക്കിപ്പോൾ വണ്ടിയുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണത് എന്നുള്ളതിന് സംശയം വേണ്ട. നല്ല കഴിവുള്ള അധ്യാപകർ, നല്ല കഴിവുള്ള PTA, അതുപോലെ രക്ഷകർത്താക്കൾ എല്ലാവരോടും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിന് വലിയൊരു പേരും പെരുമയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും ഒരു പരിശ്രമഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ആദ്യകാലത്ത് ചെല്ലുന്ന പോലെ ജോൺസൺ സാറോട് ചെറിയ വാക്കുകളിൽ പറഞ്ഞു. എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. സ്കൂളിൻ്റെ പഴയകാല ചരിത്രത്തെപ്പറ്റി എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂള് ഉയർന്നു വരികയാണ്. അതിനുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ നമ്മുടെ PTA-യും ബഹുമാനായിട്ടുള്ള അധ്യാപകരുമാണ്. അപ്പോൾ ഈ സ്കൂള് നല്ല ഇനിയും വലിയ വലിയ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ കേൾക്കുന്ന ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം വളരെ തിരക്കുണ്ട്. അതുകൊണ്ട് ഇനി അത് തന്നെയല്ല, നമ്മൾ ഈ പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നത്. കുട്ടികളുടെ കലാപരിപാടികളും അവരുടെ കളികളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂർ വെച്ച് 1.5 മണിക്കൂറോളം കഴിഞ്ഞു നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ തന്നെ. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഏവരുടെ അനുഭവത്തോടുകൂടി ഈ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.
അടുത്തതായി നമ്മുടെ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയകരിയായ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെലച്ചൂട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 51ാമത് വാർഷികം തകതിരി 2024 ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോൺസൺ മാത്യു പദ്ധതികൾ ഉൾത്തി ഈ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവർ, ഈ വാർഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ സോയിബോൺ സണ്ണി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന SLC ചെയർമാൻ സജി സേനിയർ, MBTA പ്രസിഡന്റ് ശ്രീമതി ആര്യ അഭിലാഷ്, മുൻ ഈ സ്കൂളിന്റെ HMI സേവനമനുഷ്ഠിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഗീത ടീച്ചർ, സ്കൂൾ ലീഡർ ശിവാനി ക്ലെമി, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകര്, അനധ്യാപകര്, PTA അംഗങ്ങള്, MBTA അംഗങ്ങള്, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹനിധികളായ ഈ സ്കൂളിലെ കുഞ്ഞുമക്കളെ, ഇന്ന് ചെലച്ചൂടിന്റെ ഉത്സവം എന്ന് പറയാം. സ്കൂളിനെ സംബന്ധിച്ച് 51 വർഷങ്ങൾക്ക് മുമ്പ് കുടിപ്പള്ളിക്കൂടമായി പ്രവർത്തിച്ച് ഒരുപാട് കാലാവിഷ്ഠതകളിലൂടെ കടന്നു വന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ നിലയിൽ ഈ ചെലച്ചൂടിന് തിരക്കുറിയായിട്ട് മാറിയിട്ടുള്ളത്. മാറി മാറി വരുന്ന ഭരണസമിതികളും ജനപ്രതിനിധികളും ഒക്കെ സ്കൂളിന് അകമഴിഞ്ഞ സഹകരണവും അതുപോലെ തന്നെ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ സ്കൂളിന് വേണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ജനപ്രതിനിധികളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാണ് ഈ സ്കൂള് ഇന്ന് രീതിയിൽ ഉയർന്നു നിൽക്കുന്നത്. പാഠ്യേതര വിഷയങ്ങളിലെ ഉൾപ്പെടുന്നത് പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിൽ കടന്നു വരുന്ന കുഞ്ഞുമക്കളെ അവരുടെ ജീവിതത്തിന് അവർക്ക് വേണ്ട അനുഭവങ്ങൾ നൽകിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ പഠനം നടത്തുന്നത്. ഈ സ്കൂളിൽ നമുക്ക് ഒരുപാട് പരിമിതികൾ ഇനിയുമുണ്ട്. സ്കൂളിന്റെ അടിസ്ഥാന വികസനങ്ങൾക്കായിട്ട് ലഭ്യമായ ഫണ്ടിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഈ ഭരണസമിതി ഭരണത്തിലേറിയിട്ട് 3 വർഷം പിന്നിടുമ്പോൾ 16,77,697 രൂപയാണ് സ്കൂളിന്റെ അടിസ്ഥാന വികസനമായ സ്കൂളിന്റെ വിവിധ മെയിൻ്റനൻസ്, പാചകപ്പുര എന്നീ ഇനങ്ങൾക്കായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും ഏകോപിപ്പിക്കുവാനും വേണ്ട ഏത് മാർഗനിർദ്ദേശങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റിയെ അറിയിക്കുവാനും ഒക്കെ വാർഡ് മെമ്പർ സോയിമോൻ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധിയും അതുപോലെ തന്നെ PTA-യും അധ്യാപകരുടെയുമുള്ള ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു സ്കൂളിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ PTA-യുടെ കഠിന പരിശ്രമം, PTA അധ്യാപകരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ സ്കൂളിന്റെ എല്ലാവിധമായ വികസനവും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്നത്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വിവിധ രീതിയിലുള്ള പാഠ്യപരിഷ്കരണ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു മനസ്സുകൾക്ക് അറിവ് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് പങ്കുവെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അതൊരു അനുഭവങ്ങളായി മാറി കൊടുത്തുകൊണ്ടാണ് അധ്യാപകർ ഇന്ന് പാഠ്യേതര വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത്. നമുക്കറിയാം ഒട്ടേറെ PTA ഭരണസമിതി അംഗങ്ങൾ, മുൻകാല അധ്യാപകര്, HMമാര്, ഈ നാട്ടിലെ വിവിധ കക്ഷി രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് ഈ സ്കൂളിന്റെ എല്ലാവിധ നാനാത്മകമായ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സ്കൂള് ഇന്ന് ഈ നിലയിൽ ഉയർന്നു നിൽക്കുവാനുള്ള സാഹചര്യവും അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങളും ഫണ്ടുകളും ലഭ്യമായിട്ടുള്ളത്. ഇനിയും മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് LP സ്കൂളാണുള്ളത്. ഈ ചുറ്റുവട്ടത്തെ സ്കൂളുകളിൽ ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ LP സ്കൂളുകൾ സാന്തോ
ഈ സ്കൂളിന് നല്ലൊരു പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു LP സ്കൂളായിട്ട് മാറുവാനായിട്ട് ചേലച്ചോട് LP സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ ഞാൻ വിട്ടുപോയിരുന്നു, എൻ്റെ ഗുരുനാഥൻ കൂടിയായ PK മോഹൻ സാറിൻ്റെ കാര്യം പറയാനായിട്ട് വിട്ടുപോയിരുന്നു. ഈ സ്കൂളിന് വേണ്ടി മോഹൻദാസ് സാർ, അതുപോലെ തന്നെ എൻ്റെ അധ്യാപകരായ കലാസാന്തിയൊക്കെ ഒട്ടനവധി സേവനങ്ങളും പ്രവർത്തനങ്ങളും ഈ സ്കൂളിലെ കുരുന്നുകൾക്കും ഈ സ്ഥാപനത്തിനും ലഭ്യമായിട്ടുണ്ട്. ഇനിയും മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മിടുക്കൻ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി സമൂഹത്തോട് പ്രതിബദ്ധതയും പരസ്പര സ്നേഹവും ഒക്കെയുള്ള കുഞ്ഞു മക്കളായി വളർത്തിയെടുക്കുവാനായിട്ട് ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ PTA MPTA ഭാരവാഹികൾക്കും ഒക്കെ കഴിയട്ടെ എന്നും പഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച LP സ്കൂളായി മാറുവാനുള്ള എല്ലാ സാഹചര്യവും ഈ സ്കൂളിന് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാർഷികാഘോഷ വേദിക്ക് എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ സോയിമോനെ അംഗം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് സുശാന്ത് തോമസ്, ഈ യോഗത്തിലെ സ്വാഗതം ആശംസിച്ച ഏറെ ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ മാസ്റ്റർ ശ്രീ ജോൺസൺ സാർ, ഈ യോഗത്തിലേക്ക് കടന്നു വന്ന ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഏറെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ വട്ടച്ചേട്ടൻ, ഈ യോഗത്തിലേക്ക് കടന്നു വന്ന മുഖ്യപ്രഭാഷണം നടത്തിയ ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ, ഈ യോഗത്തിൽ നമുക്കൊപ്പം സന്നിഹിതയായിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട മുൻ അധ്യാപക ഗീത ടീച്ചർ, MPTA പ്രസിഡന്റ് ശ്രീ ആര്യ, ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ മോഹൻദാസ് സാർ, അതോടൊപ്പം തന്നെ അധ്യാപകരെ, നല്ലവരായ കുട്ടികളെ, മാതാപിതാക്കളെ, നമ്മളെ സംബന്ധിച്ച് സ്കൂളിൻ്റെ ഈ പ്രോഗ്രാം വളരെ വിപുലമായി തന്നെ നടത്തുന്നതിന് വേണ്ട എല്ലാ പരിശ്രമങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണവും പിന്തുണയും കൊണ്ടാണ് ഈ പരിപാടി വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സഹകരണവും പിന്തുണയും ഇന്നും ആളുകളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഈ കൊച്ചു പ്രോഗ്രാമിന് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ചാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളും പഞ്ചായത്ത് ഭരണസമിതികളുമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിൻ്റെ മുൻപുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ നിറഞ്ഞു തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നത്. പണ്ട് ഓല കഴിഞ്ഞ ആ ഒരു സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഇന്ന് വളരെ വിപുലമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് നല്ല ക്ലാസ് റൂമുകൾ നൽകിക്കൊണ്ടും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ത്രിതല പഞ്ചായത്തുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണയും സഹകരണവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലവും നമുക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെ ഭാവിയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിപ്പമുള്ള ഒരു പഞ്ചായത്തിനകത്ത് നിരവധിയായ സ്കൂളുകളും ഘടക സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ട പല മേഖലകളുമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്ത് ഭാഗത്തു നിന്നും നമുക്ക് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നൊക്കെ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്കൂളിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സ്കൂളിന് സ്വന്തമായി ഒരു പ്രീ പ്രൈമറി ക്ലാസ് റൂം ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്.
ഒരുപാട് കുട്ടികൾ പ്രൈമറി ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഇരുത്തി ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും PTA കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒക്കെ നമ്മളോട് നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഒരു തുക പഞ്ചായത്തിൽ നിന്നും വകയിരുത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും നമ്മളെയൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് വകയിരുത്തി നമുക്ക് ഈ പുറകിലിരിക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ ഒരു പ്രീ പ്രൈമറി കെട്ടിടം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി നമുക്ക് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ആകെയുള്ള ഒരു പൊതുസ്ഥാപനം അല്ലെങ്കിൽ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ ചേർച്ചോട് ഗവൺമെൻറ് LP സ്കൂളാണ്. മറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്കൂളിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഈ ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാനൊക്കെ പഠിച്ച് വളർന്ന സ്കൂളാണ് ഈ ഗവൺമെൻറ് LP സ്കൂള്. എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഗവൺമെൻറ് LP സ്കൂളും ഈ ഗ്രൗണ്ടും ഒക്കെ. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെ നിരവധിയായ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പഠിച്ച് ഇറങ്ങി അവരുടെ കഴിവുകളൊക്കെ തെളിയിച്ച ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തെക്കുറിച്ച് ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങിപ്പോയ ആളുകളും അധ്യാപകരും ഒക്കെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണയും സഹകരണമൊക്കെ അവർക്ക് ഈ സ്കൂളിനോടുള്ള ബഹുമാനവും കടപ്പാടുകളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി തന്നെ നമുക്ക് മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ PTA കമ്മിറ്റി ഉൾപ്പെടെ നമ്മുടെ സ്കൂളിൽ പഠിച്ചു വളരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരു സ്കൂളിൽ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിനും അപ്പുറത്ത് കുട്ടികളുടെ കലാപരമായും കായികപരമായുമുള്ള കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല മിടുക്കന്മാരും വ്യക്തികളുമാക്കി നാളുകളിൽ നമ്മുടെ വിദ്യാർത്ഥിമാരെയും അനിയത്തിമാരെയും നാടിനെ മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് നാളുകളിൽ നാടിനെ നയിക്കുന്ന നല്ല ചെറുപ്പക്കാരും നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാക്കി നമുക്ക് ഈ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നതിന് നമ്മുടെ അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള പൊതുവിദ്യാലയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഭാവിയിലേക്ക് നമ്മുടെ വിദ്യാലയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായ പുതിയ കെട്ടിടവുമൊക്കെ പണി പൂർത്തീകരിച്ച് നമ്മുടെ ഇനി വരാൻ പോകുന്ന കുരുന്നുകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സ്കൂൾ നമ്മുടെ ജൂബിലിക്ക് ശേഷം നമ്മുടെ സ്കൂളിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 15 ലക്ഷം രൂപയും നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും നമുക്ക് ഈ സ്കൂളിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി നമുക്ക് ഫണ്ട് വകയിരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 15 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ടൈൽ ഉൾപ്പെടെ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ടൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ 15 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപയുടെ ആദ്യഘട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട 7 ലക്ഷം രൂപയുടെ ഫണ്ടിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഇപ്പോൾ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നിരന്തരമായി സ്കൂളിൽ നിന്ന് എന്നെ നിരന്തരമായി വിളിക്കുകയും പഞ്ചായത്തിൽ തന്നെ നിരവധി കത്തുകളൊക്കെ നൽകുകയും ചെയ്ത നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററും അധ്യാപകരും PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുശാന്തും നമ്മുടെ SMC ചെയർമാൻ സജ്ജനും ഉൾപ്പെടെ SMCയുടെയും PTA കമ്മിറ്റിയുടെയും MBTയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയുമൊക്കെ ഫണ്ട് ഈ സ്കൂളിലേക്ക് വകയിരുത്താൻ നമുക്ക് സാധിച്ചത്. നമ്മളെ കഴിയുമ്പോൾ ഇനിയുള്ള നാളുകളിലും പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വേദിയിലുണ്ട്. മോഹൻദാസ് സാർ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനാണ്. സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ നമുക്ക് മുൻപോട്ട് പോകണം. നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഏറെ പ്രധാനപ്പെട്ട പല പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളും മോഹൻദാസ് സാറും കമലാസൻ സാറും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നമ്മൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയുമാണ്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ കഷ്ടപ്പാടുമൊക്കെ യോജിപ്പുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭാവിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ
സ്കൂളിൻ്റെ ഈ ആനുവൽ മീറ്റിംഗിൽ തകതിരി 2024 എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്രിസ്മസ് ടീച്ചറെ ആഘോഷിക്കുന്നു. ഏവർക്കും വാർഷിക ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ നാടിൻ്റെ തിലകക്കുറിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രം അതിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറെ ആദരണീയരായ വ്യക്തികൾ, സ്നേഹനിധികളായ മാതാപിതാക്കൾ, വശനിധികളായ കുഞ്ഞുങ്ങൾ, ഏറെ അഭിമാനത്തോടെയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം 2-3 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അതിനു മുമ്പ് പഞ്ചായത്തിൽ എല്ലാ വർഷവും നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ മെയിൻ സ്കൂളിൻ്റെ മുകളിൽ ഇതുപോലൊരു ഓഡിറ്റോറിയം, അതിനു വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അന്ന് പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെ മെമ്പർമാരൊക്കെ പറയുമായിരുന്നു എല്ലാം ഇങ്ങനെ ടീച്ചറിൻ്റെ വാർഡിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ടീച്ചറിൻ്റെ സ്കൂൾ നല്ലൊരു സ്കൂളാണ്. ശരിയാണ്, നമ്മുടെ താഴത്തെ തന്നെ നല്ല മനോഹരമായ പണികളൊക്കെ തീർന്നതായിരുന്നു. എന്നാലും നമ്മൾക്കിത് വളരെ ആവശ്യമായൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നോക്കി എത്ര സൗകര്യമായി നമുക്ക് നിലനിൽക്കുന്ന പൊതുപരിപാടികൾ നടത്താൻ പറ്റുന്നുണ്ട്. ഞാൻ പോകുന്ന മുമ്പിൽ റൂഫ് ഫിറ്റിംഗ് നടത്തിയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഏതായാലും നോക്കി ടൈലിട്ടോ സൈഡെല്ലാം പിടിപ്പിച്ച് വളരെ സുരക്ഷിതമായ ഒരു സൗകര്യം. അതിന് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ നമ്മൾ അഭിനന്ദിക്കണം. ഇതിന് വളരെ നല്ലൊരു കാര്യം ഇത്. കാരണം നോക്കിയാൽ വെയിൽ കൊള്ളാതെ നമുക്ക് സൗകര്യപ്രദമായി എല്ലാ പരിപാടികളും ഇവിടെ നടത്താം. അതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് പാഠ്യപ്രവർത്തനങ്ങൾ പലതും കൊണ്ട് പൊതുവേദി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വിശാലമായ സ്ഥലത്ത് ചെയ്യേണ്ടത്, അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ കാര്യങ്ങൾക്കും അവരുടെ പഠന പുരോഗതിയും ശാരീരികമായ എക്സസൈസ് ചെയ്യുന്നതിനും ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളെ വെയിൽ തുറക്കരുത്. 10 മണി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, കുട്ടികളുടെ ശാരീരിക ക്ഷമതയ്ക്ക് കോട്ടം തട്ടും. അത് കാരണം വെയിൽ കൊള്ളും. ഇപ്പോൾ വേണ്ട നമുക്ക് വെയിൽ കൊള്ളാതെ ഇതിനകത്ത് ചെയ്യാം. പിള്ളേർക്ക് അത്യാവശ്യം വേണ്ട എക്സസൈസ് കൊടുക്കാം, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, കലാപരമായ ട്രെയിനിങ് കൊടുക്കാം, എല്ലാം കൊണ്ട് സൗകര്യം. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒക്കെ പറഞ്ഞു വളരെ നല്ലൊരു സ്കൂളാണ് നമ്മുടെ പഞ്ചായത്തിലെ, വളരെ മികച്ച വിദ്യാലയമാണ്. ഇതിനു മുമ്പും വളരെ പണ്ട് മുതലേ നമ്മൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇനിയും വരുന്ന ആളുകളിലോ നമ്മുടെ ഈ വിദ്യാലയം ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇപ്പൊ എവിടെ ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളോട്, എനിക്ക് ആരാകാൻ ആഗ്രഹം? കുട്ടികൾ മുതൽ വലിയൊരു വരെ പറയുന്നത് എൻ്റെ മക്കൾ കളക്ടറാകണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പം ഓരോരുത്തർ ഉദാഹരണം പറയുന്ന പ്രസംഗത്തിനിടയ്ക്കുമൊക്കെ പല പ്രമുഖരായ വ്യക്തികളെ കുറിച്ച് പറയാറുണ്ട്. ശരിയാണ്, അവിടെയൊക്കെ നമ്മൾ അറിയുന്നത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയാണ്. എന്നാൽ ഞാൻ ഈ വേദി വളരെ അഭിമാനത്തോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വാർഡിൻ്റെ മെമ്പറായ, അതായത് ഈ വിദ്യാലയം എടുക്കുന്ന വാർഡിൻ്റെ മെമ്പറായ സുഹൈമോൻ നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒപ്പം എൻ്റെ ശിഷ്യനുമാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഒന്ന്, ഈ വിദ്യാലയത്തിൽ വന്നപ്പോൾ ഇപ്പോൾ പുതുതായിട്ടുണ്ടായ മാറ്റങ്ങൾക്കെല്ലാം അദ്ദേഹമാണ് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഈ വാർഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഞാൻ വാഹനങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എവിടെ നോക്കിയാലും സ്വയംഭൂമിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ ഫ്ലക്സുകൾ കാണാം. അപ്പോഴൊക്കെ നമുക്ക് വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഒരു കളക്ടറായാൽ മാത്രമല്ല, എഞ്ചിനീയറായാൽ മാത്രമല്ല, ഡോക്ടറല്ല, അവർക്കൊക്കെ സേവനം ചെയ്യാം. മറ്റുള്ളവരൊക്കെ നമുക്ക് സേവിക്കേണ്ട അവസരങ്ങളാണ്. ഒപ്പം നമ്മുടെ ഈ സ്കൂളിൻ്റെ രക്ഷാധികാരിയായ നമ്മുടെ വാർഡ് മെമ്പർ നമ്മുടെ ഈ ദേശത്തിന് വേണ്ട ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അതെല്ലാം ചെയ്യുന്നവരുടെ മിടുക്കനായി. അപ്പം നോക്കിയിട്ട് ഡോക്ടറാണോ എഞ്ചിനീയറാണോ നിർബന്ധമില്ലല്ലോ. അദ്ദേഹത്തിന് കിട്ടിയ മേഖല വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്വയംപോലെ ഈ നിലപാട്, അതായത് ജനങ്ങളെ സേവിക്കുന്നതിന് അവിടെ അഴിമതിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇതുപോലെ തന്നെ ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യ ചേച്ചി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്കൊക്കെ അത് അഭിമാനിക്കാൻ നമ്മുടെ മരണം നമുക്ക് നേരിട്ട് കാണാവുന്ന, നേരിട്ട് കണ്ടിരിക്കുന്നയാളാണ്. അതുപോലെ വേണം നമ്മൾ ഓരോരുത്തരും. അത് നമുക്ക് ലഭിക്കുന്ന മേഖല അത് ഏതുമായിക്കോട്ടെ അത് നമ്മൾ നല്ല രീതിയിൽ പൂർണ്ണമായി തൃപ്തിയോടെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കണം. നമുക്കൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന ആളാണല്ലേ. വേറുള്ളവരൊക്കെ നമ്മൾ പലതിനും കഥകളൊക്കെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴും അവരൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല. ഇത് നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് നല്ല മികച്ച വിദ്യാഭ്യാസമൊക്കെ നേടി, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ ഇവിടെ നേടി പല രംഗങ്ങളിലും അവരുടെ ആ പ്രാവീണ്യം കൈവരിച്ചിട്ടുണ്ട്. അത്
നമുക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും നമ്മുടെ ഈ വിദ്യാലയത്തിന്. ഇപ്പം ഇനിയുള്ള കാലങ്ങളിലും നമ്മുടെ ഈ വിദ്യാലയം ഇപ്പം ഏകദേശം 103 കുട്ടികൾ പഠിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു വന്നത് ഒരിക്കലും നമ്മുടെ വിദ്യാലയത്തിന് പോരായ്മയല്ല. കാരണം ഒരു കെട്ടിടം വേണ്ടിയിട്ട് 9 കെട്ടിടങ്ങൾ നിർമ്മിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? 9 കെട്ടിടത്തിൽ താമസിക്കാൻ ആൾക്കാർ വേണ്ടേ? അതാണ് നമ്മുടെ ഇവിടെ വന്ന അവസ്ഥ. കാരണം ഒരു സ്കൂൾ വേണ്ടിയിടത്ത് 9 സ്കൂളുകൾ. നമ്മൾ ചേലച്ചോട്ടിൽ നോക്കി എത്രയോ സ്കൂളാണ് ഞങ്ങൾ ചേലച്ചോട്ടിൽ വരുന്നത്. ഈ കുട്ടികളെല്ലാം ഒരിടത്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ കാണിച്ചു നിൽക്കേണ്ടത് ഏറ്റവും അടുത്ത വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികളെ വിടുക. നമുക്ക് എപ്പോൾ വേണേലും ചെന്നത് അവരെ കാണാം, അവരുടെ കാര്യങ്ങൾ അധ്യാപകരോട് ചോദിക്കാം, എല്ലാം നേരിട്ട് കാണാനും അറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഏറ്റവും അടുത്ത വിദ്യാലയത്തിലാണ്. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മൾ എല്ലാവരും പറയുമോ അവിടെ അതൊന്നും ഇല്ലാത്തതിന് കാരണം നമ്മുടെ മേൽനോട്ടത്തിൽ പറയുന്നത്. നമ്മുടെ കുട്ടി പഠിക്കുന്നതിന് നേരിട്ട് ടീച്ചറെ എന്താ അവരെ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ അവരെ നമ്മളെ പരമ്പരച്ച് നമുക്ക് ഇഷ്ടപൂർവ്വം കാണിക്കാന്നല്ല, അവരോട് ചോദിക്കാൻ ടീച്ചർ എന്താവുന്നു കുഴപ്പം, അവനെ ഈ ഭാഗം പഠിക്കാൻ പറ്റുന്നില്ല, അവനെന്താണ് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒന്ന് രക്ഷിതാക്കളോടൊപ്പം അധ്യാപകരും അച്ഛനോട് സിമ്പിളാക്കി കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒപ്പം നിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് ആ പിള്ളേരെ നമുക്ക് ഉയർത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ ഇവിടെ കുറച്ച് പിള്ളേരുള്ളെങ്കിലും ഇതിന് മുമ്പ് പഠിച്ച ഈ പ്രദേശം മുഴുവൻ കുട്ടികളും ആരും എവിടെയും എത്താത്തതുണ്ടോ? ഏതെങ്കിലും മേഖലയിൽ എത്താത്തതുണ്ടോ? നിങ്ങൾ തന്നെ ചുറ്റുപാടുള്ളവർ നോക്കിയാൽ മതി. ഏതെല്ലാം മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. ആരും വെറുതെ ഇരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് ഇപ്പോൾ എൻ്റെ പ്രായമുള്ളവർ എന്നോട് പഠിച്ചു പോയവരാ. അപ്പൊ അവരാരും വെറുതെ ഇരിക്കുന്നവരല്ലോ. അവരൊക്കെയും ഓരോ മേഖലകൾ കിട്ടി. പക്ഷെ ആ മേഖല നമ്മൾ എത്തിക്കഴിയുമ്പോൾ അതിന് ഏറ്റവും വിജയകരമാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ. അത് നമ്മൾ മറ്റുള്ളവരെ പഠിക്കാതിരിക്കില്ല. നമുക്ക് കിട്ടിയ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാതിരുന്നിട്ട് മറ്റുള്ളവർ കാരണമാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ അവരുടെ ആ കഴിവൊക്കെ പരമാവധി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളും അതുപോലെ നമ്മുടെ സമൂഹം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തിലൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് എല്ലാം നമ്മൾ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വാർഷിക ദിനത്തിൻ്റെ മംഗളങ്ങൾ നിർമ്മിക്കുന്നു. 4 മണി കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് നമ്മൾ പോകേണ്ട സമയത്ത് എത്തുന്നു. അതുകൊണ്ട് എല്ലാ ഈ നല്ല പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പ്രതികൂലവും അർപ്പിക്കുന്നു. പിന്നെ മനസ്സിലൊരു സന്തോഷം തോന്നിയത് ഈ സ്റ്റേജിൽ ഇരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ 50ഓളം സമ്മാനങ്ങൾ സബ് ജില്ലാ തലത്തിൽ, അത് A ഗ്രേഡ്, സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു നിമിഷമായിരുന്നത്. പിന്നെ ചിത്രയും കുറച്ച് കുട്ടികൾ മാത്രമുള്ളത് നമ്മുടെ സബ് ജില്ലാ തലത്തിൽ. അപ്പോൾ സ്കൂളിലെല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. തീർച്ചയായിട്ടും ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ വന്ന് വാങ്ങിച്ച ആ കൊച്ചു സമ്മാനം വലിയ സമ്മാനമാണത്. നമ്മൾ നൽകിയ ഓരോ കയ്യടികളും ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികളെ നിങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ അവർ ഏതെങ്കിലും മേഖലകളിൽ ചവിട്ടുപടികളിലൂടെ വളർന്ന് നിങ്ങൾ മാതാപിതാക്കൾ സ്വപ്നം കാണുന്ന ആ തലത്തിൽ അവരെത്തിയിരിക്കും. അത്രയും നല്ല മാനസികമായ ഒരു അടിത്തറ ഈ കൊച്ചുങ്ങളുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടി എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. ഒരു കെട്ടിടം പണിയുമ്പോൾ അടിത്തറ ഉറപ്പായെങ്കിൽ മാത്രമേ അത് മുകളിലേക്ക് ഉയരത്തുള്ളൂ. ആ അടിത്തറ പൂർണ്ണമായും നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ നമ്മുടെ ജോൺസൺ സാറും നമ്മുടെ PTA പ്രസിഡന്റും ഇവിടുത്തെ അധ്യാപകർ, നമ്മുടെ അനുമോ ടീച്ചറാണെങ്കിലും അച്ചി ടീച്ചറാണെങ്കിലും സാഹിറ ടീച്ചറാണെങ്കിലും അനിറ്റ, ഓമന, ശ്രീജി, അതുപോലെ തന്നെ സംഗീതി, ഇവരെയൊക്കെ ഞാൻ കാണുന്നത് ഏറ്റവും അടുത്ത്, ഈ സ്കൂളിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഇവിടുത്തെ പാട്ടും അധ്യാപക സബ്ജക്റ്റുകളും കുട്ടികളെ ഒരുക്കുന്നതും വൈകിപ്പോകുന്നതും ഏറെ നേരത്തെ വരുന്നതും കുട്ടികൾക്ക് വേണ്ടി രാവിലെ 7 മണിക്ക് ബസ് പുറപ്പെടുമ്പോൾ അവർക്ക് കരുതലായി ഓടിയെത്തുന്ന അധ്യാപകരെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കൈകളിൽ നമ്മുടെ കുട്ടികൾ 100% ഏൽപ്പിക്കാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു അടിത്തറ, മാനസികമായ പുസ്തകത്തിലെ പഠിത്തം മാത്രമല്ല, അല്ലാത്ത ഒരു അടിത്തറ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. 28 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ വീണയും വിഷ്ണുവും, അന്ന് നമുക്ക് ഇത്രയും സൗകര്യമില്ല, ഈ സ്കൂളിൻ്റെ താഴത്തെ മുറ്റത്തുകൂടെ കളിച്ച്
4 വരെ പഠിച്ച് ഒരുപക്ഷെ അന്ന് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു അടിത്തറയായിരിക്കാം അവർക്ക് ഇപ്പോൾ ജീവിതത്തിൻ്റെ ജോലിയാണെങ്കിലും മറ്റു മേഖലയിലേക്കൊക്കെ അവർ കാണുന്നത് പോലെ ഞങ്ങൾ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നത് പോലെ അവരെത്തിച്ചേരാനായിട്ട് ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധ്യാപകർക്കും PTA-കാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഒരു പ്രീ സ്കൂള് ഒരു പ്ലേ സ്കൂളിലാണ് ഞങ്ങളന്ന് പറഞ്ഞത്. അത് പൊളിച്ചിട്ട് സൂര്യമാൻ സ്വപ്നമാണ്. PTA പ്രസിഡന്റിൻ്റെ കൂടെ സ്വപ്നമായിരുന്നു അത്. എന്നുവെച്ചാൽ അത് മുഴുവൻ മാറ്റിയിട്ട് ഒരു കുറച്ച് കുട്ടികൾക്ക് മാത്രം പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അതൊക്കെ എഞ്ചിനീയറുമായിട്ടും PTA പ്രസിഡന്റുമായിട്ടും ഞങ്ങൾ മെമ്പറുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് നേരത്തെ തന്നെ PTA പ്രസിഡന്റും ഒക്കെ ആയിട്ട് നമുക്ക് അതും കൂടെ പൂർത്തീകരിക്കാനായിട്ട് കൂട്ടായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഉദ്ദേശിക്കുന്നു നമ്മുടെ PTA പ്രസിഡന്റ് അഞ്ചാം പ്രകാശനെ സംസാരിക്കുന്നു. വേദിയിലിരിക്കുന്ന മാന്യ സദസ്സിലിരിക്കുന്നവരെ, വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ ഉയർച്ചയുടെ നട്ടെല്ലാണ്. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുമാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ വളർച്ചയുടെ ഘടകങ്ങൾ. ഓരോ നാട്ടിലെയും ഒരിക്കലും അണയാത്ത വിളക്കുകളാണ് ഓരോ സ്കൂളുകളും. നമ്മുടെ നാട്ടിലെ അണയാത്ത ദീപമായി ഈ സ്കൂൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 51 വർഷങ്ങൾ പിന്നിടുന്നു. ഈ 51 വർഷങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നിരവധി പ്രതിഭകൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നിരവധി പ്രതിഭകളായ അധ്യാപകർ ഇവിടെ ജോലി ചെയ്ത് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കണം. നമുക്കെല്ലാം അഭിമാനം തോന്നുന്ന രീതിയിൽ ഗവൺമെന്റ് LP സ്കൂൾ ചേലച്ചോട് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ. അത്തരത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ PTA-ക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ സ്കൂൾ ലീഡർ ശിവാനി പ്രവീൺ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അജ്ഞതയുടെ അന്ധകാരത്തെ തുടച്ചു നീക്കി അറിവിൻ്റെ പ്രകാശം പരത്തുന്നതാണ് ഓരോ വിദ്യാലയവും ഓരോ അധ്യാപകരും ഓരോ വിദ്യാർത്ഥിയുമാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ പ്രധാന ഘടകങ്ങൾ. 51 വർഷം പൂർത്തിയാകുമ്പോൾ നിരവധി പ്രതിഭന്മാരെയാണ് ഈ വിദ്യാലയം സമൂഹത്തിൽ നൽകിയിരിക്കുന്നത്. പ്രജ്ഞരായ നിരവധി അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വിദ്യാലയം ഇവിടെ ഈ നിലയിൽ എത്തിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നാടിൻ്റെ പുരോഗതിയുടെ നട്ടലായിട്ടുള്ള ഈ വിദ്യാലയം ഇനി അനേകമായവർക്ക് അറിവിൻ്റെ ഇടോളമായി തീർത്തേയും അതുവഴി നല്ലൊരു സമൂഹത്തിൽ കാരണമായി തീർത്തേയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി സമ്മേളനത്തിന് തുടക്കത അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി അജിമോൾ ടീച്ചറെ ആഗ്രഹിക്കുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. പൊതുസമ്മേളനം അവസാനിക്കുകയാണ്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നുള്ള കുട്ടികളെയും കലാപരിപാടികൾ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യട്ടോ.